നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നി, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക്, മിക്കവർക്കും തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്കൊരു പ്രോഡക്റ്റിനെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. മിക്കവർക്കും, എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം അത് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ് ഓണ്ടർപ്രണേഴ്സും, ഇന്ത്യയിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് റീലിലൂടെയും പോസ്റ്റിലൂടെയും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമുക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി നമുക്ക് ഒരുപാട് പേരുടെ കാണാൻ പറ്റും. അതിങ്ങനെ ഡെയിലി സ്പോൺസേർഡ് ആയിട്ടുള്ളതും ആഡും അതിലും റീലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഒക്കെ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില അക്കൗണ്ടിനൊക്കെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നമുക്ക് നോക്കാൻ പറ്റും, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അപ്പം അതും പറഞ്ഞു തരാം. ഇനി എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് നമുക്കിപ്പം എക്സാമ്പിളായിട്ട് നമുക്കൊരു അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്സ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പം അതിൻ്റെ നമ്മൾ നോക്കുകയാണ്, നമുക്കൊന്നും അറിയില്ല. നമുക്ക് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ ബൊട്ടീക്സ് ഉള്ളത്, ആരൊക്കെയാണ് നല്ല ചുരിദാർ മെറ്റീരിയൽസ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഒന്നിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ സെർച്ച് ബട്ടണിൽ അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്സ് എന്ന് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കേരളത്തിലുള്ളതും ഇപ്പം ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റ്സിലുള്ളതും ഒക്കെ ഒരുപാട് അക്കൗണ്ട് ഉള്ളവരുടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അവർ ഇട്ടിരിക്കുന്ന എല്ലാ അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അവർ ചെയ്തിരിക്കുന്ന റീൽസ് നമുക്ക് കാണാൻ പറ്റും, പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ളതും നമ്മുടെ റേഞ്ചിനനുസരിച്ചുള്ളതുമായിട്ടുള്ള പ്രോഡക്ട്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് നമുക്കത് ഓർഡർ ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ ജസ്റ്റ് അവർക്കൊരു മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റിൻ്റെ, ഇപ്പോൾ സൽവാർ സ്യൂട്ട്സ് ആണെങ്കിൽ അതിൽ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ മെസ്സേജിൽ ഇട്ട് കഴിഞ്ഞാലും അവർ അത് അയച്ചു തരികയും ചെയ്യും. പക്ഷേ അത് കൂടാതെ തന്നെ ചിലപ്പോൾ ഫോൺ നമ്പർ കാണും, ചിലപ്പോൾ വെബ്സൈറ്റ് കാണും. വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നമുക്കത് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്രോഡക്റ്റാണോ നമ്മൾ സെലക്ട് ചെയ്തത്, അപ്പം അതിന് എത്ര റിവ്യൂസ്, ഇപ്പം ഒരു ബൊട്ടീക്കാണെന്ന് ചോദിച്ചു എക്സാമ്പിൾ. അപ്പം ആ ബൊട്ടീക്കിന് ആ ഒരു പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള എത്ര റിവ്യൂസ് വന്നിട്ടുണ്ട്, അവരുടെ പ്രോഡക്ട്സിനൊക്കെ എങ്ങനെയാണ് ആൾക്കാർ റിവ്യൂസ് കൊടുത്തിരിക്കുന്നതെന്നൊന്നും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിന് റിട്ടേൺ പോളിസി ഉണ്ടോ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ആദ്യം തന്നെ നമുക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴേ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ, അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ആ ഓപ്പണിംഗ് വീഡിയോ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം. ഇനി എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇൻഫോം ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണത്. അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം ത്രൂ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്യാഷ് ഓൺ ഡെലിവറി, മിക്കതിനും ക്യാഷ് ഓൺ ഡെലിവറി കാണില്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. എന്നാലും ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളതുകൊണ്ട് അതല്ലാതെ തന്നെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോ അവരെ ഫോൺ ത്രൂ വഴി നമുക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഓർണമെൻറ്റ്സ് ആണെങ്കിലും, നമുക്ക് സൽവാർ മെറ്റീരിയൽസ് ആണെങ്കിലും, സാരി ആണെങ്കിലും, ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാൻ പറ്റും.
ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ നമുക്ക് വളരെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റുകളാണ്, ഷോപ്പിംഗ് സൈറ്റുകളാണ്. പക്ഷെ നമുക്ക് ഇത്രയും വെറൈറ്റീസ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റീലൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നാനും വാങ്ങാനും ഇൻസ്റ്റാഗ്രാമാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. സാധാരണക്കാർക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ ടെക്നോളജി ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ റിവ്യൂവും ആ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഏത് പ്രോഡക്റ്റാണോ വാങ്ങിക്കുന്നത് ആ ഷോപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും എല്ലാം നമ്മളൊന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളെന്ന് വെച്ചാൽ റിവ്യൂ വളരെ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആ ഷോപ്പിനെ. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാഗ്രാം വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ആദ്യം നമ്മൾ ഫോണിൽ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് വേണം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പം ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം എന്ന് അവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ കണ്ടില്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഓപ്പൺ എന്നാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നോക്കൂ, ഇങ്ങനെ ഇതാണ് എൻ്റെ പ്രൊഫൈൽ വരുന്നത്, കണ്ടില്ലേ. അപ്പം ഇതാണ് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞ് എൻ്റെ പ്രൊഫൈൽ വരുന്നത്. അപ്പം ഇതിനകത്ത് നോക്കൂ, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. നമ്മൾ ഓരോരുത്തർ ഇട്ടിരിക്കുന്നതും കണ്ടോ, ബൊട്ടീക്കിൻ്റെ പരസ്യങ്ങൾ. ഇനി അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഓരോരുത്തർ ഇട്ടിരിക്കുന്ന റീലും. അപ്പോൾ നമ്മളിവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട് ആണെങ്കിൽ അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട് എന്ന് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കൊന്നും അറിയില്ല, എവിടേക്ക് എന്തൊക്കെയാണ് ബൊട്ടീക്ക് ഒന്നും അറിയില്ലെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നോക്കുക, നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക, നമുക്കിഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, അതാണെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് കണ്ടില്ലേ ഒരു റൗണ്ടിൽ, അതാണ് അവരുടെ പ്രൊഫൈൽ. അപ്പം അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് അറിയാൻ പാടില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കൂ, വീണ്ടും ആ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് അവരുടെ അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇഷ്ടംപോലെ കണ്ടില്ലേ എങ്ങനെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നും എല്ലാം എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അപ്പം ജസ്റ്റ് നമ്മൾ നോക്കുക, ഇതെല്ലാം ഇങ്ങനെ നോക്കുമ്പം അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അതെ, വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടോണം അവരുടെ വെബ്സൈറ്റ് വരുന്നത്, കണ്ടില്ലേ, അവരുടെ വെബ്സൈറ്റാണിത്. അപ്പം ഈ വെബ്സൈറ്റിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, നമ്മുടെ ഇഷ്ടമുള്ള അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട് കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. അത് എനിക്കിഷ്ടമുള്ളത് ബ്ലൂ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ബ്ലൂ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് നോക്കണം. താഴോട്ട് നോക്കുമ്പം ബൈ ഇറ്റ് നൗ ഉണ്ട്, ആഡ് ടു കാർട്ട് ഉണ്ട്. അപ്പോൾ ബൈ ഇറ്റ് നൗ എന്ന് പറയുന്നിടത്ത് ബൈ ഇറ്റ് നൗ ഞാൻ കൊടുത്തു. അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അടുത്തത് അവർ വരുന്നത് നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് എല്ലാം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെയിമും നമ്മുടെ ഡെലിവറി എവിടെയൊക്കെയാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇതെല്ലാം പേയ്മെൻറ്റ് മെത്തേഡും. അതിൽ നോക്കുമ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം നമ്മൾ ഓപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാൻ കൊടുക്കുന്നത്, COD ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നു. അപ്പോൾ താഴെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നു 3400 ആണ് വരുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് ഓർഡർ എന്ന് പറഞ്ഞു. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് അവർ മെസ്സേജ് തരും. എന്നാലും ആ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഇത്രയൊക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അല്ലാതെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യാം. അതിൽ മെയിൽ നമുക്ക് അയക്കാം. ഇതുവഴി മെയിൽ നമുക്ക് അയക്കാം. പിന്നെ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പ് വഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ മെസ്സേജ് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഇവിടെ ഹായ് എന്ന് മെസ്സേജ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആൻസർ അവർ തരും. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് മെസ്സേജിൽ അയച്ചു കൊടുത്താലും അവരതിന് റിപ്ലൈ തരും. എന്നിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റാണ് ഇത്. ജസ്റ്റ് വേറൊരു പ്രോഡക്റ്റ്, നല്ല ഷോളുകളാണിത്, നല്ല ദുപ്പട്ടാസാണ്. അപ്പം ഇത് വേണമെങ്കിൽ ഈ ഒരു ബൊട്ടിക്കിനകത്ത് സാരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്നാലും ഇത് കേരളത്തിൽ തന്നെ ഞാൻ വാങ്ങിക്കുന്നതാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, നല്ല അടിപൊളി സാരികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ത്രൂ നമുക്ക് വിളിക്കാം അവരെ. അതല്ലാതെ അവർക്ക് മെസ്സേജ് ചെയ്യാം, അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും.
അപ്പം ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വഴി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇനി നമ്മൾ എല്ലാവർക്കും വീഡിയോ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവർ ഇൻസ്റ്റാഗ്രാം ആപ്പ് ആദ്യം ഒന്നെങ്കിൽ ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ, ഐഫോൺ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം അത് ആദ്യം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ പേരെ നമുക്ക് ഫോളോ ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്രൊമോഷനായിട്ട് ഒരുപാട് വരും, ബൊട്ടീക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ വരും. അത് നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ നല്ല നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ കാണുക, തുടർന്നും എന്നെ പ്രോത്സാഹിപ്പിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.